കനത്ത മഴയിൽ 10 മീറ്ററോളം ഉയരമുള്ള പറമ്പിന്റെ സംരക്ഷണ മതിൽ തകർന്നു വീണു. ഇതോടെ 2 വീടുകളാണ് അപകട ഭീഷണിയിലായത്. ഒളവണ്ണ വില്ലേജ് ഓഫീസിന് സമീപമാണ് മതിൽക്കെട്ട് തകർന്നത്. ഒളവണ്ണ വില്ലേജ് ഓഫീസിന് സമീപം വെട്ടുവേടൻകുന്നിൽ തച്ചറക്കൽ മിത്തൽ മനോജിന്റെ വീടിന് മുകളിലേക്ക് സമീപത്തെ തുമ്പയിൽ മുരളീധരന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നു വീണത്. ഇന്നലെ രാത്രി 8 മണിയോടെ ഉണ്ടായ കനത്ത മഴയിലാണ് വലിയ ശബ്ദത്തോടെ സംരക്ഷണ ഭിത്തി നിലംപൊത്തിയത്. കോൺക്രീറ്റ് ഭാഗങ്ങളും പാറക്കല്ലുകളും മണ്ണുമെല്ലാം മനോജിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തെ ചുമരിലേക്കാണ് പതിച്ചത്. ഇതോടെ വീടിന്റെ ചുമരിൽ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. കരിങ്കല്ലുകൾ ഉൾപ്പെടെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. സംരക്ഷണ ഭിത്തിയുടെ ശേഷിക്കുന്ന ഭാഗങ്ങളും ഏതു നിമിഷവും വീഴാവുന്ന അവസ്ഥയിലാണ്. 20 മീറ്ററോളം നീളവും 10 മീറ്റർ ഉയരവുമുള്ള കെട്ടാണ് തകർന്നത്. ഇതോടെ 2 വീടുകളും ഭീഷണിയിലായിട്ടുണ്ട്. 1 വർഷം മുമ്പും ഇതേ കെട്ട് തകർന്നിരുന്നു. തുടർന്ന് 7 മാസം മുമ്പ് 3 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് സംരക്ഷണ ഭിത്തി പുതുക്കി പണിഞ്ഞത്. പുരയിടം പണയപ്പെടുത്തിയാണ് ഇതിനുള്ള തുക കണ്ടെത്തിയതെന്ന് മുരളീധരൻ പറഞ്ഞു. അസുഖബാധിതനായ മനോജ് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലുമാണ്. ഇന്നലെ ഒരു 7:45 ആകുമ്പം വലിയ ശബ്ദത്തിൽ മതിലിടിഞ്ഞ് വീഴായിരുന്നു. അപ്പം വീണ് ആദ്യം വിചാരിച്ച് ഉരുൾപൊട്ടിയതാണെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ഇതിപ്പം പെട്ടെന്ന് ഇങ്ങനെ വീഴുന്ന സിറ്റുവേഷൻ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആകെ പേടിച്ചു പോയി. പിന്നെ 2 കൂട്ടർക്കും ഭീഷണിയാണ് ഇപ്പം ഈ ഇടിഞ്ഞ് വീണത്. വില്ലേജിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരൊക്കെ വന്ന് നോക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇതിപ്പം കെട്ടാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല. ഇന്നലെ രാത്രി കനത്ത മഴയത്താണ് വീണത്. ഒരു 8 മണിയുണ്ടാവും. അപ്പം വീടിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് വീണത്, ഒരു ഭാഗത്തേക്ക്. അപ്പോൾ അടുത്ത് കെട്ടിയതാണ് അവർ. 6 മാസമായിട്ടുള്ള കെട്ട് കെട്ടിയിട്ട് പെട്ടെന്ന് ഇന്നലെ മഴൻ്റെ കൊണ്ട് വെള്ളം ഇറങ്ങിയിട്ടായിരിക്കും ഇടിഞ്ഞിട്ടുണ്ടാകുക. വലിയൊരു സംഖ്യ ഇപ്പോൾ ചിലവ് വരും. അവരെ വീടിനും ഭീഷണിയാണ് ഇപ്പം. ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കണം. ഒരു 10 മീറ്ററോളം ഹൈറ്റ് ഉണ്ടാവും, ഒരു 15 മീറ്ററോളം നീളവും ഉണ്ടാവും. അപ്പോൾ അത്രയും വലിയൊരു മതിലാണ് ഇപ്പം ഇന്നലെ. വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് ഇന്നലെ രക്ഷപ്പെട്ടത്. കാരണം അടുക്കള ഭാഗത്ത് ഒരു സ്ത്രീകളൊക്കെ നിന്ന് വർക്ക് ചെയ്യുന്ന സമയം 8 മണി സമയമായതുകൊണ്ട് അതെന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടാണ് അവർ. അപ്പോൾ ഇനിയും ഇപ്പോൾ ഇടിയാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ അടിയന്തരമായിട്ട് ഇതിൽ ഇടപെട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വലിയൊരു ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ട് ഏത് സമയത്ത് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ടും 2 കൂട്ടർക്കും പ്രയാസമുള്ള ആളുകളാണ്. ഈ വീടിൻ്റെ ഉടമ ഒരു ശാരീരികമായിട്ട് സുഖമില്ലാതെ പണിക്കുന്ന പോലെ വീട്ടിൽ കിടപ്പാണ്. അതുപോലെ തന്നെയാണ് ആ സ്ഥലത്തിൻ്റെ ഉടമ. കാരണം സുഖമില്ലാത്തൊരു കക്ഷിയാണ്. അങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി. ഒളവണ്ണ വില്ലേജ് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേപോലെ ഇടിഞ്ഞിട്ട് കെട്ടി പണിതതാണ്. ഇപ്പം ഇന്നലത്തെ മഴക്കാണ് ഇപ്പോൾ അത് ഒന്നായിട്ട് ഇടിഞ്ഞത്. ഭയങ്കര ഡേഞ്ചർ അവസ്ഥയിലാണ്. അവരുടെ സ്ഥിതിയും പറ്റ മോശമായ ഒരവസ്ഥയിലാണ്. 2 വീടിനും ഭീഷണിയായിട്ടാണ് ഇപ്പോൾ ഈ കെട്ട് ഇടിഞ്ഞ് നിൽക്കുന്നത്.